അളക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വ്യത്യാസം ഉണ്ടാക്കുന്നത് സാർ. ഈ ഞാനിതിന് പലതവണയായിട്ട് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല രാജാവില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ആ വ്യത്യാസം. രാജത്വമാണ് തെറ്റ് എന്ന് പറയുന്നിടത്താണ് അതിന്റെ വ്യത്യാസം ആരംഭിക്കുന്നത്. ഒരു ഭരണ സംവിധാനം അത് തട്ടുതട്ടായി സമൂഹത്തിനെ ഹെറാർക്കിക്കലായി എന്ന് പറഞ്ഞാൽ ശ്രേണീബദ്ധമായി ഏണിപ്പടി പോലെ ഉണ്ടാക്കുന്ന സമൂഹത്തിനകത്ത് താഴെ തട്ടിലും മേലെ തട്ടിലും ഉള്ള ആളുകളുടെ ജീവിത നിലവാരം തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റി ഒന്നും ആളുകൾ ആലോചിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഇപ്പം ഒരാൾ ജീവിക്കുമ്പോൾ ധനസൗകര്യങ്ങളെല്ലാം ഉണ്ടായാൽ പിന്നെ വേറെന്താണ് അവർക്ക് ആവശ്യം എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ രാജാവായ ഒരാൾ ഭരിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം കൂടെ ചോദിക്കണ്ടേ ആ സമയത്ത്. ഇപ്പം ഒരു ഭാര്യ എന്ന് ഞാൻ പറയാറുള്ള, ഞാനത് ഇങ്ങനെ പറയുമ്പോൾ ഭാര്യമാർക്ക് എന്താണ് കുറവ് എന്നൊരാൾ ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെയാണ് ആ ചോദ്യം. ഭാര്യമാർക്കെല്ലാം ഇല്ലേ? നല്ല വീടില്ലേ? കിടന്നുറങ്ങാനുള്ള നല്ല മുറികളില്ലേ? അണിഞ്ഞൊരുങ്ങാനായി വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇല്ലേ? യാത്ര ചെയ്യാൻ കാറില്ലേ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം തന്നെയും അവരുടേതാണ് എന്ന് അവർക്ക് നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പൊ അവർക്ക് ഒരാളെ സഹായിക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന ആഭരണം എടുത്ത് അങ്ങ് കൊടുക്കാം എന്ന് തീരുമാനിച്ച് കൊടുക്കുമ്പോൾ ആ നിമിഷം ഈ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവരുടേതല്ലാതായിരിക്കുന്ന, അത് എന്നും എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഈ ഓഫീസുകളിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഉള്ള കാര്യമാണ്. അവർക്ക് ശരിയാണെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റത്തില്ല. മുകളിൽ നിന്ന് ഒരു അനുമതി ആവശ്യമാണ് വരും എന്ന് പറയുന്നത്. അത് ഒരു അന്തരീക്ഷത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിനകത്ത് ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറയുന്ന ന്യായം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സ്ഥലം അവർക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം.